പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നമ്മൾ ആരണ്യകാണ്ഡത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സീതാദേവിയെ അപഹരിക്കുവാൻ വേണ്ടി സന്യാസവേഷത്തിലാണ് രാവണൻ വന്നത്. എന്തുകൊണ്ട് ആ വേഷം തിരഞ്ഞെടുത്തു? സീതാദേവി പാദപ്രണാമം ചെയ്യുന്ന ഒരൊറ്റ വേഷമേ ഉള്ളൂ, അത് കാഷായ വസ്ത്രധാരിയായ സന്യാസിയുടേതാണ്. നമ്മുടെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാവി നിറത്തിലുള്ള ഭാരതമാതാവിൻ്റെ കയ്യിൽ ഒരു കൊടി കണ്ടപ്പോൾ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ കിളി പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഓരോ നിറത്തിനും ഓരോ പ്രതീകങ്ങളാണ്. വെള്ള സമാധാനത്തിൻ്റേത്, കറുപ്പ് ദുഃഖത്തിൻ്റെതാണ്, ചുവപ്പ് അപകടം അല്ലെങ്കിൽ വിപ്ലവമാണ്. കാവി ത്യാഗത്തിൻ്റെതാണ്. ത്യാഗമെന്ന് പറഞ്ഞാൽ ഒന്നും എനിക്ക് വേണ്ട, എല്ലാം ഉണ്ടായിരുന്നിട്ടും വേണ്ടാത്തത്. കമ്മ്യൂണിസം ലോകത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. ഒന്നുള്ളവനും ഇല്ലാത്തവനും. ഭാരതത്തിൽ ഉള്ളവനും ഇല്ലാത്തവനുണ്ട്, ഉണ്ടായിരുന്നിട്ട് വേണ്ടാത്തവനുണ്ടായിരുന്നു. കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ശ്രീബുദ്ധനാകുവാൻ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചു അദ്ദേഹം. അപ്പോൾ ഉണ്ടായിരുന്നിട്ട് വേണ്ടാത്തവർ ധരിച്ച ആ വിശുദ്ധമായ വസ്ത്രത്തിൻ്റെ നിറമാണ് കാവി. കാവി നമ്മുടെ ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. ഈ ഭാരതത്തിൻ്റെ സംസ്കാരം ഇന്നും നിലനിൽക്കുവാനുള്ള കാരണം ഈ ത്യാഗമാണ്, ഈ സന്യാസിമാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയയും ബാബിലോണിയങ്ങളെല്ലാം തന്നെ ഈ മതവെറിയുടെ ഈ പടയോട്ടത്തിൽ തകർന്നു പോയിട്ടും ഈ സംസ്കാരം എന്താണ് നിലനിൽക്കുന്നത്? ആർഷ ഋഷി പരമ്പരയാണ് അതിൻ്റെ കാരണം. 10,000-കണക്കിന് വർഷങ്ങളായി ഈ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഋഷി പരമ്പര അവതരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് ശങ്കരൻ്റെയും വിവേകാനന്ദ സ്വാമികളുടെയും ഇന്ന് ചിദാനന്ദപുരി സ്വാമികളുടെ എല്ലാം രൂപത്തിലും ഭാവത്തിലും അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ കാഷായ വസ്ത്രം ധരിച്ച ഗുരു പരമ്പര എന്നും ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുരു പരമ്പരയെ വന്ദിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നത്. ആ ഗുരു പരമ്പര കാഷായ വസ്ത്രത്തിൽ വന്നു. കാഷായ വസ്ത്രം ത്യാഗത്തിൻ്റെ നിറമാണ്. ആ വസ്ത്രം ധരിച്ചു വന്ന സന്യാസിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുവാൻ സീതാദേവി തയ്യാറായപ്പോഴാണ് രാവണൻ രൂപഭേദം വരുത്തി തൻ്റെ ഒറിജിനൽ വേഷത്തിൽ സീതയുടെ കൈകളിൽ പിടിച്ച് ഈ പറയുന്ന പുഷ്പക വിമാനത്തിലേക്ക് കയറ്റുന്നത്. ഫലമായിട്ട് ഒരു സ്ത്രീയുടെ കൈക്ക് പിടിച്ച് പുഷ്പക വിമാനത്തിൽ കയറ്റുമ്പോൾ ആ പുഷ്പക വിമാനം ഉയർന്നു പൊങ്ങിയപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യുവാൻ ഒരാൾ വന്നു, ഒരു പക്ഷി വന്നു, ജടായു. ജടായുവിൻ്റെ 2 ചിറകുകളും അരിഞ്ഞു കളഞ്ഞുകയാണ് രാവണൻ ചെയ്യുന്നത്. ജടായുവിനെ കൊന്നു. ജടായുവിനോട് എന്താണ് സീതാദേവിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്? ആലോചിച്ച് നോക്കൂ. ഒരു കവിതയിൽ ആരു ഞാനാകണമെന്നൊരു കവിതയുണ്ട്. ആ കവിതയിൽ കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഞാൻ വലുതായിട്ട് ഇപ്പോൾ ആരാകണം? അപ്പോൾ അമ്മ പറയുകയാണ്, ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം. നീ ആരായാലും കുഴപ്പമില്ല, അത് നല്ലതായിരിക്കണം. ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക. ഇറ്റുവെള്ളത്തിനായി കേടുന്ന ജീവന്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക. മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ ഉഴലുന്ന കുഞ്ഞിന്നു കുടയാവുക. അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിൻ്റെ കൂടെ പിറപ്പാവുക. എന്നിട്ട് അമ്മ പറയുകയാണ്, ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരുത്തൻ്റെ കൂടെ കരുത്തിൻ്റെ കൂട്ടാവുക. ആപത്തിൽ പെട്ടുപോയ സീതാദേവിയെ കൂടെ കരുത്തിൻ്റെ കൂട്ടായിട്ട് ആ സാധു പക്ഷി ജടായു രക്ഷിക്കുവാൻ പരിശ്രമിച്ചു. പക്ഷേ ചന്ദ്രഹാസം കൊണ്ട് ചിറകുകൾ അരിഞ്ഞു കളഞ്ഞു. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുവാൻ ഭാരതത്തിലെ ഒരു പക്ഷി പോലും തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് ഇവിടത്തേക്ക് വന്ന സകലരെയും സ്വീകരിച്ചു നമ്മൾ. ഇസ്രായേൽ അവരുടെ പരമോന്നത ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്ക് നൽകിയപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് കിഴക്കൊരു നാടുണ്ട്, സമസ്ത ലോകത്തിനും വെളിച്ചം വിതറിയ ഭാരതമെന്ന നാട്. നമ്മുടെ പൂർവികന്മാരെ മുഴുവൻ പലരും കൊന്നൊടുക്കി തള്ളിയപ്പോൾ ജൂതന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പൊടിയാതെ ജൂതനെ സംരക്ഷിച്ചൊരു നാടുണ്ട്. ആ നാടിൻ്റെ പേരാണ് ഭാരതം.
ആ നാടിൻ്റെ പ്രധാനമന്ത്രി ഇവിടത്തേക്ക് വരികയാണ്. 2 ദിവസം ഇവിടെ ലീവാണ്. ഇസ്രായേൽ അവരുടെ പരമോന്നത ബഹുമതി കൊടുത്തു. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ വികലമായൊരു കാഴ്ചപ്പാട് പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും എല്ലാം നിലനിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. തെറ്റ്. ഭരണഘടന ഉണ്ടായിട്ട് എത്ര വർഷമായി? 1950 ജനുവരി 26. അപ്പോൾ അതിനുശേഷമാണോ ഇസ്ലാമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഭാരതത്തിലേക്ക് വന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി വന്നപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ സ്വീകരിച്ചു, അവർക്ക് പള്ളി ഉണ്ടാക്കി കൊടുത്തല്ലോ. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് ഹിന്ദുക്കൾ ദാനം നൽകിയ ഭൂമിയിൽ ഹിന്ദു ക്ഷേത്രം ഉണ്ടാക്കാൻ വെച്ച കല്ലുകൊണ്ടുണ്ടാക്കിയതാണല്ലോ. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ചു, നമ്മളവർക്ക് ചർച്ച പണിത് കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കൊന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്തവരാണ് നമ്മൾ ഹിന്ദുക്കൾ. ഏതാണ് നമ്മുടെ ഭരണഘടന? നമ്മുടെ ആപ്തവാക്യമുണ്ട്, നമ്മുടെ ഒരു ശ്ലോകമുണ്ട്, അതാണ് നമ്മുടെ ഭരണഘടന. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഇതാണ് ഭാരതത്തിൻ്റെ ഭരണഘടന. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും. അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളും ഏകമാകുന്ന ഈശ്വരനും. ഏകമേവം അദ്വിതീയം ബ്രഹ്മം അഥവാ ഈശ്വരൻ ഏകനാണ്, രണ്ടില്ലാത്ത ഒന്നാണ്. ആ ഈശ്വരനിലേക്കുള്ള വഴികളാണ് 33 കോടി ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെയും ഇസങ്ങളെയും ഇരുകൈകൾ നീട്ടി തന്നിലേക്ക് സ്വീകരിച്ച പാരമ്പര്യമാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരത്തെ നമുക്ക് പ്രദാനം ചെയ്തത് നമ്മുടെ ഋഷി പരമ്പരയാണെന്നറിയണം. അതുകൊണ്ടാണ് ഒരായുഷ്കാലം മുഴുവൻ കമ്മ്യൂണിസത്തിന് വേണ്ടി പടപ്പാട്ടുകളും വിപ്ലവ കഥകളും കവിതകളും ബലികുടീരങ്ങളും എല്ലാം രചിച്ച വയലാർ മരണത്തിൻ്റെ ഏതാനും വർഷം മുമ്പ് ഈ സനാതന ധർമ്മത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ട്. വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാൻ ആളല്ല, എൻ്റെ കരവാള് വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ എൻ്റെ വാള് വിറ്റു, വിപ്ലവമൊക്കെ ഉപേക്ഷിച്ചു, ഞാൻ ഒരു മണിപ്പൊൻ വീണ വാങ്ങി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ദവോധാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം എൻ ദർശനം. ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളെ തേടി ആരണ്യകങ്ങളിൽ അലഞ്ഞ മഹർഷിമാരുടെ ചൈതന്യമാണ് എൻ്റെ ദർശനമെന്നും വാളല്ലൻ സമരായുധമെന്നും കവി പറഞ്ഞപ്പോൾ ഏതൊരു കാഷായ വസ്ത്രധാരിയായ ഋഷി പരമ്പരയുടെ ദർശനമാണ് എൻ്റെ ആശയമെന്ന് വയലാർ പ്രഖ്യാപിച്ച ആ കാഷായ വസ്ത്രധാരിയായ സന്യാസിയുടെ രൂപത്തിൽ വന്ന ഈ ഭീരുവായ രാവണൻ പരസ്ത്രീയെ, പരപുരുഷന്റെ ഭാര്യയെ സ്വന്തമാക്കുവാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ ചതിച്ചു. ഭർത്താവിൻ്റെ അനുജനെയും ചതിച്ചിട്ട് രണ്ടുപേരെയും സ്ഥലത്തിൽ നിന്നും അകറ്റിയിട്ട് ആ സ്ത്രീയെ, പരസ്ത്രീയെ സ്വന്തമാക്കാൻ വേണ്ടി ഈ ഒരുപാട് ദുഷ്ടതകൾ ചെയ്ത് ഒടുവിൽ രക്ഷിക്കുവാൻ വന്ന ജഡായുവിനെയും കൊന്നുകളഞ്ഞ ആ രാവണനെയാണ് മഹാരാജാസ് കോളേജിലെ SFIയുടെ കുട്ടികൾക്ക് പ്രിയമെന്ന് പറയുമ്പോൾ രാവണൻ എത്രമാത്രം ഭീരുവായിരുന്നു, രാവണന്റെ ചിന്തകൾ എത്രമാത്രം താഴെയായിരുന്നു, രാവണന്റെ മോഹങ്ങൾ അത്യാഗ്രഹങ്ങളും തീർച്ചയായിട്ടും ധർമ്മവിരുദ്ധവുമായിരുന്നു എന്ന് രാമായണം പഠിപ്പിക്കുന്നു. അങ്ങനെ ജഡായുവിനെ കൊന്നിട്ട് ഈ പുഷ്പക വിമാനത്തിൽ മുകളിലൂടെ പറന്നു പോകുമ്പോഴും സമചിത്തത കൈവെടിയാത്ത സീതാദേവി തൻ്റെ ചേലയിൽ നിന്ന്, സാരിയിൽ നിന്ന് ഒരു പീസ് വസ്ത്രം കീറിയെടുത്തിട്ട് അതിൽ തൻ്റെ ആഭരണങ്ങൾ പൊതിഞ്ഞ് പുഷ്പക വിമാനത്തിൽ നിന്നും താഴേക്ക് ഒരു പറ്റം വാനരന്മാരെ ലക്ഷ്യമാക്കി ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സമചിത്തത കൈവെടിയരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ.